തിരുവാർപ്പിലെ വരമ്പിനകം പാടശേഖരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ജനുവരി 1 ആയിക്കൊണ്ട് ചുമ്മാ തിരുവാർപ്പിൽ കൂടെ ഒരു സഞ്ചാരത്തിൽ യാത്രയ്ക്ക്, അത് ബോട്ടിലാണ്. ശകലം പക്ഷികളെയും ദേശത്തിലെ ഈ ഗ്രാമത്തിന്റെ പച്ചപ്പും ഹരിത ഭംഗിയും ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. തുടങ്ങാം. മോഹനാണ് നമ്മളെ കായലിലേക്ക് ഇന്ന് കൊണ്ടുപോകുന്നത്. 4 പേരേ ഉള്ളൂ. അങ്ങനെ സന്തോഷും പ്രീജയും ചന്ദ്രുവും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സഞ്ചാരം തുടങ്ങാം. ഇത് തെളിവുണ്ട് കേട്ടോ. കറക്റ്റ്, അടിപൊളി. തിരുവാർപ്പിലെ വെട്ടിക്കാട് എന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്, അവിടുന്ന് അത് കോട്ടയം ആലപ്പുഴ ബോർഡർ റൂട്ടാണ്. വലത്തോട്ട് അവിടെ ചെന്നിട്ട് വലത്തോട്ട് കയറുന്നതാണ് നമ്മൾ പോകുന്ന കായലിൽ കൂടെ ആലപ്പുഴയ്ക്കുള്ള റൂട്ട്. നേരെ പോയാൽ കാവാലം എന്ന് പറയുന്ന സ്ഥലത്തോട്ട്, അത് കോട്ടയത്തുനിന്ന് വരുന്ന ബോർഡർ റൂട്ടാണ്. നേരെ പോയ കോട്ടയം കോടിമത പാലത്തിൻ്റെ കീഴിലെത്തും. ബോട്ടെ പോകുമ്പോൾ കുറിച്ചുകൊണ്ടിരിക്കാൻ ഉള്ളിവടയും കപ്പ ചിപ്സും ഒക്കെ സന്തോഷം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വേമ്പനാട് കായലിൻ്റെ വിശാലമായ ജലപ്പരപ്പിൽ ഈ കോട്ടയം ജില്ലയിലെ ശാന്തമായ തിരുവാർപ്പ് എന്ന പ്രദേശത്ത് വെട്ടിക്കാട്ടിൽ ഇന്ന് നമ്മൾ സാക്ഷിയാകുന്നത് പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു സംഗമത്തിനാണ്. ഗ്രേ ഹെഡഡ് സ്വാം ഹെൻ, നമ്മൾ താമരക്കോഴി അല്ലെങ്കിൽ നീലക്കോഴികൾ എന്ന് വിളിക്കുന്ന ഈ പക്ഷികൾ ജലസസ്യങ്ങൾ നിറഞ്ഞ തടാകങ്ങളും ചതുപ്പ് നിലങ്ങളും തന്നെയാണ് ഇവയുടെ പ്രധാന വാസസ്ഥലം. നീല നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചാരനിറം കളർന്ന തലയും തിളങ്ങുന്ന ചുവന്ന ചുണ്ടും നീളം കൂടിയ കാലുകളും ഒക്കെ ഈ പക്ഷിയെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു. ഇതെല്ലാം ഒഴുകി വരുന്ന പ്രീതി, എല്ലാരും നാട്ടിലോട്ട് വലിച്ചെറിയുന്നതാണ്. സാധാരണമായി ചെറിയ കൂട്ടങ്ങളായി കാണപ്പെടുന്ന ഈ താമരക്കോഴികൾ ഇന്നിവിടെ 100 കണക്കിന് നമുക്ക് ഒരുമിച്ച് കാണാൻ കിട്ടുകയാണ്. ലൈറ്റിന് നേരെ കിട്ടിയിട്ടുമുണ്ട്. മറ്റേ ലൈറ്റ് അഗൻസ്റ്റ് വന്നാൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഇവിടെ നിറച്ച് നീലക്കോഴികളാണ്, ഇഷ്ടം പോലെ നീലക്കോഴികൾ. ഈ സൈഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റേ സൈഡിൽ അഗൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലിയർ ആവില്ല. എവിടെയാ? അങ്ങോട്ട് വിടാവോ? അവിടെ കിട്ടും. ഇവിടെ ഈ വേമ്പനാട്ട് കായലിൽ
നൂറുകണക്കിന് ഒരുമിച്ചെത്തുന്നത് ഈ പ്രദേശത്തിൻ്റെ സമൃദ്ധമായ ജലവൈവിധ്യത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. നൂറുകണക്കിനാണ് നീലക്കോഴികൾ ഇവിടെ ഉള്ളത്, നൂറുകണക്കിന്. ജലസസ്യങ്ങളും ഇലകളും വിത്തുകളും ചിലപ്പോൾ ചെറിയ ജീവികളെയൊക്കെ ആഹാരമാക്കുന്ന ഈ പക്ഷികൾ ഈ കായലിൻ്റെ പരിസ്ഥിതി സമത്വം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ശാന്തമായി നടന്ന് ഒരുമിച്ച് ഭക്ഷണം തേടി ചിലപ്പോൾ ഒരുമിച്ച് ചിറകടിച്ചുയരുന്ന ഈ ദൃശ്യങ്ങൾ വേമ്പനാട് കായലിനെ ഒരു ജീവിച്ചിരിക്കുന്ന സ്വർഗമാക്കി മാറ്റുന്നു. പക്ഷികൾക്ക് അഭയകേന്ദ്രമായും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഒരു അത്ഭുത അനുഭവ കാഴ്ചയായും ഇങ്ങനെ നിലകൊള്ളുന്ന ഈ വേമ്പനാട് കായൽ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു അമൂല്യമായ സമ്പത്താണ്. ബോട്ട് യാത്ര, വള്ളയാത്ര, വള്ളം യാത്ര. ഇനി എന്നാ അടുത്ത ദിവസം വരുന്നത്? ഇനി എന്നാ വരണ്ടേ? എപ്പോഴായാലും കുഴപ്പമില്ലേ? വേമ്പനാട് കായലിന്റെ ജലപ്പരപ്പിന് മുകളിലൂടെ കുറുകെ കെട്ടിയിരിക്കുന്ന വൈദ്യുതി ലൈനുകളിൽ ഇപ്പോൾ കാണുന്നത് മറ്റൊരു മനോഹര കാഴ്ച. റിവർ ടേൺ പക്ഷികൾ, നമ്മൾ നദിക്കാക്ക എന്ന് വിളിക്കുന്ന ഇവ കൂട്ടങ്ങളായി ഒരുമിച്ചിരുന്ന് കായലിൻ്റെ ശാന്തതയ്ക്ക് ഒരു പ്രത്യേക ചലനം നൽകുന്നു. മിനുസമുള്ള ശരീരവും മൂർച്ചയുള്ള ചുണ്ടും വേഗതയിൽ പറക്കാനുള്ള കഴിവുമാണ് ഈ പക്ഷികളുടെ പ്രത്യേകത. ജലത്തിൻ്റെ മേൽപ്പരപ്പിൽ കണ്ണ് നിമിഷം പോലും മിഴിക്കാതെ മത്സ്യങ്ങളെ തേടിച്ചാടുന്ന ഇവയുടെ ചലനങ്ങൾ പ്രകൃതിയുടെ കൃത്യതയെ ഓർമ്മിപ്പിക്കുന്നു. കായലുകളും നദികളും ആശ്രയിക്കുന്ന ഈ പക്ഷികൾ ഇവിടെയുള്ള ജലവൈവിധ്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ സൂചനകളാണ്. നമ്മളെപ്പോൾ യാത്ര ചെയ്യുന്നത് മാരാൻ കായലിനും പഴയത് പള്ളിക്കായലിനും ഇടയിലൂടെയുള്ള കായലിൽ കൂടിയാണ്. നമ്മളിപ്പോൾ ചിത്രക്കായലിലാണ്. ഹൗസ് ബോട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാഴ്ചകൾ കാണാം.
പാട്ടശ്ശേരി. നമ്മൾ പാട്ടശ്ശേരി ബോട്ടിയിൽ ഇറങ്ങിയതാണ്. അവിടുന്ന് അകത്തോട്ട് നോക്കിയാൽ ഇവിടെ മുഴുവൻ ഇപ്പോൾ വനമാണ്. ഇത് പണ്ട് ഇത് കായലായിരുന്നു, പിന്നെ ഇവിടെ കൃഷി ചെയ്തിരുന്നു, തെങ്ങുംതോപ്പുണ്ടായിരുന്നു. അതെല്ലാം കാലക്രമേണ പോയി ഇങ്ങനെ ചുമ്മാ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പം നോക്കിയേ, വനമാണ്, നിബിഡ വനമെന്ന് പറഞ്ഞാൽ നല്ല പച്ച. ഇതിനകത്ത് ഇഷ്ടംപോലെ പക്ഷികൾ, അതുകൂടാതെ പാമ്പ്, ഇഴജന്തുക്കളെല്ലാം ഉള്ള ഒരു ഭാഗമാണിപ്പോൾ. നേരത്തെ ഞാൻ ഒരു 10 വർഷം മുമ്പ് ഞാനിതിൽ വരുമ്പോൾ ഇവിടെ എല്ലാം നിറച്ച് തെങ്ങുകളായിരുന്നു. ആ തെങ്ങുകൾ മുഴുവൻ തെങ്ങ് മുഴുവൻ പോയി, ഇടിവെട്ടിയും അല്ലാതെ അതിൻ്റെ മണ്ടയെല്ലാം പോയി, തെങ്ങെല്ലാം നശിച്ചു. ഇപ്പോൾ കൃഷിയൊന്നുമില്ല. ഇപ്പോൾ പക്ഷികൾക്കും അതേപോലെ തന്നെ ഇഴജന്തുക്കൾക്കുമൊക്കെ ആവാസ സ്ഥലമാണ്. ഹൗസ് ബോട്ട് വന്ന് രാത്രി വന്ന് കിടക്കുന്നു. അവിടെ ദൂരെ നിറം വരുന്നുണ്ട്. ഇത് ശരിക്കും ഇവിടം മാർക്കറ്റ് ചെയ്യാത്ത നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് റോഡ് വന്നാൽ ഇവിടം പോയി. പക്ഷെ എന്നിട്ടും ടൂറിസ്റ്റിനെ ഇവിടെ എത്തിക്കാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. നമുക്ക് തിരുവാർപ്പിൽ നിന്ന് ഇങ്ങോട്ട് ആളുകളെ കൊണ്ടുവന്നുകൂടെ? തിരുവാർപ്പിൽ ഇപ്പം വീട് അതല്ല, ഇവിടെ തിരുവാർപ്പിൽ വീടുകളുണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നത്. വന്ന് ഒരു ദിവസത്തേക്ക് താമസിച്ചിട്ട് ഇവിടെ വന്ന് ഇതിലെല്ലാം കറങ്ങിയിട്ട് തിരിച്ചു പോകാൻ പറ്റിയാൽ അടിപൊളി ഏർപ്പാടാണ്. ഇവിടെ ഇതെല്ലാം നമ്മുടെ ഗവൺമെന്റിന്റെ പിടിപ്പുകയാണ്. അത് ഭരിക്കുന്ന ഇന്നവരൊന്നുമില്ല, എല്ലാവരുടെയും. ഇത് മാർക്കറ്റ് ചെയ്ത് ഇവിടെ ഇപ്പോഴും നമ്മുടെ ഈ 2 കെട്ടുവെള്ളമല്ലാതെ, ഹൗസ് ബോട്ടല്ലാതെ എന്നതാ ഇവിടെയുള്ള ജനങ്ങളെ ഇവിടെ കൊണ്ടുവരാനായിട്ട്, ഇവിടെ നശിപ്പിക്കാതിരിക്കാനായിട്ടും. അപ്പോൾ നമ്മൾ കെട്ടഴിച്ചു, കയറിൻ്റെ കെട്ടഴിച്ചു, നമ്മൾ തിരിച്ച് മടക്കയാത്ര തുടങ്ങുകയാണ്. ദൂരെ നിന്നൊരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. താമരക്കോഴി താമരക്കോഴിയാ, നീലക്കോഴി, താമരക്കോഴി എല്ലാം വരും. അപ്പോൾ നമ്മൾ തിരിച്ച് രാത്രി ആയപ്പോൾ 6:30 നമ്മൾ വെട്ടിക്കാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇതോടെ ഈ വീഡിയോയുടെ കാഴ്ചകൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഈസ് ബിജോയ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ.